കാസർഗോഡ് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ മൻസൂർ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തം. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. സാരംഗ് സുരേഷ് ചേർന്നുണ്ട്. സാരംഗ്, പ്രതിഷേധങ്ങൾ അവസാനിച്ചുവോ? ഏതൊക്കെ രീതിയിൽ തുടർ പ്രക്ഷോഭങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്? എന്താണ് ഇതിന്റെ അന്വേഷണം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ? പ്രജീഷ്, ഇപ്പോൾ പ്രതിഷേധങ്ങൾ വേറെ തന്നെ ഒരു രീതിയിലേക്ക്, വേറെ ഒരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ രാവിലെ SFI പ്രവർത്തകർ ഇവിടെ മാർച്ച് നടത്തിയിരുന്നു. അവർക്ക് നേരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ ലാത്തിചാർജ് നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയ സമയത്താണ് ഒന്ന് ആശുപത്രിയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചെറിയ തോതിലുണ്ടായ സമയത്ത് തന്നെ വലിയ തോതിലുള്ള പ്രകോപനങ്ങളൊന്നുമില്ലാതെ പോലീസ് ഏകപക്ഷീയമായ അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജോമൻ അടക്കമുള്ള നേതാക്കളുടെയൊക്കെ തല ലക്ഷ്യം വെച്ച് തന്നെയാണ് ഒരുപക്ഷെ പോലീസ് ഇത്തരത്തിൽ ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ലാത്തിചാർജ് നടത്തിയിട്ടുള്ളത്. നേരത്തെ പോലീസ് അധികാരികളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഏത് തരത്തിലുള്ള പ്രതിഷേധമാണെങ്കിലും അത് ആശുപത്രി പരിസരത്തേക്ക് എത്തുമ്പോൾ ഏത് വിധേനയും അത് നടത്തണം. വരുന്ന മണിക്കൂറുകളിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇത് വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തി കാണിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കൂടി നീങ്ങിയിട്ടുണ്ട്. SFI പ്രവർത്തകർ നേരത്തെ ഇവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് തുടർ ദിവസങ്ങളിൽ തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ABVP യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച് കൂടി ആശുപത്രി പരിസരത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി കാഞ്ഞങ്ങാട് നഗരത്ത് വലിയൊരു ഉണ്ടാകാനുള്ള സാധ്യത. പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധവുമായി നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ ഇറങ്ങുകയാണ്.